ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി. അതായത് 9:15 മുതൽ 9:30 വരെ. അതിനുശേഷം ട്രേഡ് ഒന്നുമില്ല ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പുട്ട് ഓപ്ഷനിൽ ബൈ ആണ് നോക്കുന്നത്. അതായത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കും നമുക്ക് അപ്പ് സൈഡിനെ കാട്ടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ നോക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാനായി നോക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് NSE ഇന്ത്യ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഗെയിനറും ലൂസറും കിട്ടും. പക്ഷേ അത് ചെറിയ ഒരു മിനിറ്റൊക്കെ ഡിലേ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 5 ഇയേഴ്സിൻ്റെ സ്കാനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോപ്പ് ഗെയിനർ ലൂസർ ഉണ്ടാവും. അത് ഇൻട്രാഡേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടോപ്പ് ഗെയിനർ ലൂസർ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ നമ്മൾ ലൂസേഴ്സാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പവർ ഇന്ത്യ ഇപ്പോൾ കാണാണ്. ഇപ്പോൾ നമ്മൾ 9:16 നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പവർ ഇന്ത്യ ആണ് ടോപ്പിൽ നിൽക്കണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിന് പിന്നാലെ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പവർ ഇന്ത്യ ആണ് ടോപ്പിൽ നിൽക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് പവർ ഇന്ത്യയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. 5 ഇയേഴ്സിൻ്റെ സ്കാൽപ്പർ ടെർമിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പവർ ഇന്ത്യ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് അറ്റ് ദ മണി നിൽക്കുന്ന സ്ട്രൈക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 34,000 അറ്റ് ദ മണി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പുട്ട് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം നോക്കാം. ഇപ്പോൾ 9:16 നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഓപ്പൺ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ 9:16 ശേഷം ഈ ഒരു ലെവൽസിൻ്റെ മുകളിൽ, അതായത് ഓപ്പൺ പ്രൈസിന് മുകളിലാണ് ട്രേഡ് നടക്കണമെങ്കിൽ ആ പ്രൈസിൽ, കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യണം. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിനെ ലോയ്ക്ക് താഴെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. പിന്നെ നമ്മൾ ബൈ ചെയ്യുന്ന ഒരു ലെവൽ ചിലപ്പോൾ നമ്മൾ ഇവിടേക്കായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം, ലോങ് പൊസിഷൻ. എന്നിട്ട് 1:1 നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അതല്ല എങ്കിൽ 9:30 നമ്മൾ എക്സിറ്റ് ചെയ്യണം. 9:30 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ 1:1 ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ 9:30 നമ്മളിത് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി. ഇനി ഇത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സിൻ്റെ ആ ഒരു സ്കാനർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ലൂസേഴ്സാണ് നോക്കേണ്ടത്. ഇപ്പോൾ ലൂസേഴ്സിൽ ടോപ്പിൽ, അതായത് 9:16 ടോപ്പിൽ വരുന്ന ആ ഒരു സ്റ്റോക്ക് ഏതാണ്, ആ ഒരു സ്റ്റോക്സിൻ്റെ ഓപ്ഷൻ ചെയിൻ നമ്മൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻ ദ മണിയും ഔട്ട് ദ മണിയും അല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അറ്റ് ദ മണിയിലുള്ള ഒരു സ്ട്രൈക്കാണ്, പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് നാഷണലുമാണ്. ഇപ്പോൾ ഇവിടെ മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 9:16 ഒരു വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നാഷണലും CG പവറും ആണ് ടോപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടോപ്പിൽ ഇപ്പോൾ CG പവറാണ്. അപ്പോൾ 9:16 നമുക്കിപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന സ്റ്റോക്ക് കിട്ടിയിരിക്കുന്ന CG പവറാണ്. അപ്പോൾ നമുക്ക് CG പവർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് 5 ഇയേഴ്സിൻ്റെ സ്കാൽപ്പർ ടെർമിൽ വന്നിട്ട് CG പവർ സെർച്ച് ചെയ്യാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും ചാർട്ടോടെ കിട്ടുന്നതാണ്. നമുക്ക് പുട്ട് ഓപ്ഷൻ മാത്രം മതി. അതിൽ നമ്മൾ അറ്റ് ദ മണി സെലക്ട് ചെയ്യാം. ഇനി ടൈം ഫ്രെയിം 1 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഓപ്പൺ പ്രൈസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യണം. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്.
അതുപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:1. അതായത് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് 2 പോയിൻ്റ് ആണെങ്കിൽ ടാർഗറ്റും 2 പോയിൻ്റ്. അതല്ലെങ്കിൽ 9:30 നമ്മൾ എക്സിറ്റ് ചെയ്യണം. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും 9:30 എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ മെഷർ ചെയ്യാവുന്നതാണ്. 1:1 സെലക്ട് ചെയ്യാം. ഈ ഒരു പോയിന്റിലാണ് 1:1 വരുന്നത്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് 9:30 എക്സിറ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നമ്മൾ ടാർഗറ്റ് ഓപ്പൺ ചെയ്തിടാം. അതിനുശേഷം 9:30 ആകുമ്പോൾ നമ്മുടെ പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിക്ക് ഡൗൺ സൈഡ് പോകുന്ന സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പ് സൈഡ് മൂവ്മെൻറ്റിനെ കാട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു പോയിന്റ് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മാസമെങ്കിലും ഈ ഒരു മെത്തേഡ് വെച്ച് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അതായത് 1:1 അതുപോലെ 9:30 നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ലോസ് ആണ് വരുന്നത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കിതിന് വേണ്ടത് നല്ല സ്പീഡ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ദിവസം നമ്മൾ വാച്ച് ചെയ്യാം, പേപ്പർ ട്രേഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം നോക്കിയാൽ മതി. അറ്റ്ലീസ്റ്റ് 1 മന്തെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാം. ഈ 1 മന്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 9:15 മുതൽ 9:16 വരുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും മാർക്കറ്റിലെ മൂവ്മെൻറ്റ്. അപ്പോൾ 9:16 തന്നെ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന സ്റ്റോക്ക് എടുക്കുക. അതിനുശേഷം ആ ഒരു സ്റ്റോക്സിൻ്റെ അടുത്ത മണിയിലുള്ള പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ചാർട്ടിൽ നോക്കാം. അപ്പോൾ LTP നിൽക്കുന്നത് ഓപ്പൺ പ്രൈസിൻ്റെ മുകളിലാണോ എന്ന് നോക്കാം. അപ്പോൾ ഓപ്പൺ പ്രൈസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ക്യാൻഡിലിൻ്റെ ലോക്ക് താഴെ വേണം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ ടാർഗറ്റ് 1:1 ഇടാം. അതല്ലെങ്കിൽ 9:30 നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1:1 ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സിറ്റ് ചെയ്യാൻ പോകുന്നത് 9:30. ഓക്കെ, അപ്പോൾ നമ്മൾ 9:30 വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ് ലോസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 9:30 ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലെവലിൽ നിന്ന് നമ്മുടെ ടാർഗറ്റ് ലെവലിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് പോയി നമുക്ക് ഇപ്പോഴും നമ്മൾ 9:30 എക്സിറ്റ് ചെയ്താലും നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ആവുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 10% മുതൽ 30% വരെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു മാസമെങ്കിലും നല്ല രീതിയിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് 9:15 മുതൽ 9:16 വരെ ടൈമിൽ ടോപ്പ് ലൂസർ സ്റ്റോക്ക് ഓഫ് ആൻഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ അടുത്ത മണിയിലുള്ള പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നിലവിലെ LTP ആ ഒരു ഓപ്പൺ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസിന് മുകളിലാണോ ട്രേഡ് ചെയ്യണമെന്ന് നോക്കാം. ഓപ്പൺ പ്രൈസിന് മുകളിലാണെങ്കിൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ക്യാൻഡിലിൻ്റെ അതായത് ഓപ്പൺ ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. അതുപോലെ ടാർഗറ്റ് 1:1 അതല്ലെങ്കിൽ എക്സാക്റ്റ് 9:30 ആകുമ്പോൾ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പിന്നെ നമുക്ക് ട്രേഡ് ഇല്ല, 9:30 വരെ ട്രേഡ് ഉള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ആ ഒറ്റ ട്രേഡിൽ അന്നത്തെ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത ദിവസം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.